ഭർത്താവിന് അണ്ണനാളത്തിൽ ക്യാൻസറാണ്. ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് 2 ആൺമക്കളുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ബാംഗ്ലൂരാണ്. പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ചികിത്സ സഹായം വേണം. അതിനാണ് വന്നത്. കാലിൽ 2 ശസ്ത്രക്രിയ കൂടി വേണ്ടിവരുമെന്ന് ഡോക്ടർ പറഞ്ഞതോടെയാണ് കൽപ്പറ്റ എടപ്പട്ടിയിലെ ഈശ്വരിയമ്മ നവകേരള സദസ്സിനെത്തിയത്. ക്യാൻസർ രോഗിയായ ഭർത്താവിന് മരുന്നിനും പണം വേണം. ചികിത്സാ സഹായത്തിനായി അപേക്ഷ നൽകി. 1 മാസവും 5 ദിവസവും കഴിയുമ്പോഴും വില്ലേജ് ഓഫീസർക്ക് പരാതി കൈമാറിയെന്ന SMS മാത്രമാണ് മറുപടി. മെസ്സേജിൽ വന്നിട്ടുണ്ട്, അല്ലാതെ വേറൊന്നും അറിഞ്ഞില്ല. അവിടെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ്, പക്ഷെ വേറൊന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ട ഗോത്രബന്ധു അധ്യാപകർ ന്യായമായ വേതനവും ജോലി സ്ഥിരതയും ആവശ്യപ്പെട്ടാണ് നവകേരള സദസ്സിനെത്തിയത്. ഇപ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ശമ്പളമല്ല കിട്ടുന്നത്. വളരെ തുച്ഛമായ ഒരു തുകയാണ് കിട്ടുന്നത്. അതിനൊരു മാറ്റം വരണം. ഈ ഒരു പോസ്റ്റ് സ്ഥിരപ്പെടുത്തണമെന്നാണ് ആദ്യത്തെ ഒരു ആവശ്യം ഞങ്ങൾക്ക്. പരാതി ബന്ധപ്പെട്ടവർക്ക് കൈമാറിയെന്ന മെസ്സേജ് മാത്രമാണ് ഇവർക്കും ഇതുവരെ ലഭിച്ചത്. 3 താലൂക്കിലായിട്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. സെക്ഷനായിട്ട് തന്നെ മെൻ്റൽ ടീച്ചേഴ്സ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 സ്ഥലത്തും ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതുവരെ ആരും വിളിച്ചതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ നിന്നായി ലഭിച്ച 22,000-ലധികം പരാതികളിൽ 500ഓളം എണ്ണം മാത്രമാണ് തീർപ്പാക്കാനായതെന്നാണ് അനൌദ്യോഗിക വിവരം. മാതൃഭൂമി ന്യൂസ്, വയനാട്.